ലാസ്റ്റ് വീഡിയോയിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേഷൻ ആണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലെ ടേമുകൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കാം. നമ്മളൊന്ന് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷനിൽ നിന്നും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റും കോസ്റ്റ് ഓഫ് ട്രാൻസ്ഫറും ഡിഡക്ട് ചെയ്യുക. ദെൻ അതിൽ നിന്നുള്ള എക്സംഷനും ഡിഡക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഇതിൽ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ്, കോസ്റ്റ് ഓഫ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ വരാമെന്നുള്ള കാര്യങ്ങളാണ് ഇനി നോക്കേണ്ടത്. So the first one is indexed cost of acquisition. Indexed cost of acquisition എന്ന് പറഞ്ഞാൽ it is the cost of acquisition indexed by applying the cost inflation index. അപ്പൊ നമ്മൾ ലാസ്റ്റ് ആ വീഡിയോയിൽ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഇതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഉപയോഗിച്ചുകൊണ്ട് കോസ്റ്റ് ഓഫ് അക്വിസിഷന്റെ കറക്റ്റ് വാല്യൂ നമ്മൾ അതിന്റെ ആ ഇൻഫ്ലേഷൻ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള അതിന്റെ വാല്യൂ എടുക്കുക. So it is done to adjust for inflation over the years of holding of the asset. നമ്മൾ 2001 വാങ്ങിയിട്ടുള്ള ഒരു അസറ്റ് 2019 സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഇൻഫ്ലേഷൻ കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് അതിന്റെ വാല്യൂ നമുക്ക് എടുക്കണം അല്ലെ. അതിന്റെ അക്വിസിഷൻ, അതായത് അന്ന് അക്വയർ ചെയ്ത് 10 lakhs ആണെങ്കിൽ ഇപ്പോഴും അതിന്റെ വാല്യൂ എന്താണ് എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഉപയോഗിച്ചുകൊണ്ട് ആക്ച്വൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്താണെന്നുള്ളത് നോക്കുക. ഓക്കെ, അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഫോർമുല എന്ന് പറയുന്നത് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻറ്റു കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഓഫ് ദി ഇയർ ഓഫ് ട്രാൻസ്ഫർ ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഓഫ് ദി ഇയർ ഓഫ് അക്വിസിഷൻ. ഇതാണ് നമ്മൾ അതിന്റെ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ആ അസറ്റിന്റെ വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അക്വിസിഷൻ കോസ്റ്റ് കാണുന്നത്. ഓക്കെ, അപ്പം അതിന്റെ എത്ര വിലക്കാണോ നമ്മൾ വാങ്ങിയിട്ടുള്ളത് അത് എടുക്കുക, അത് ഇൻറ്റു അത് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എന്താണ് അതിന്റെ കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഡിവൈഡഡ് ബൈ അത് അക്വയർ ചെയ്യുന്ന സമയത്ത് എന്തായിരുന്നു അതിന്റെ ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്തായിരുന്നു. ഓക്കെ, അത് വെക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ആക്ച്വൽ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കിട്ടുന്നത്. ഇനി അതുപോലെ തന്നെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് നമുക്ക് നോക്കണം. നമുക്കറിയാം കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, അതിന് ആ ഒരു അസറ്റിൽ എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു അഡീഷൻ അല്ലെ, ഒരു ഇംപ്രൂവ്മെന്റ് നമ്മൾ അതിന് വരുത്തുന്നതിന് വേണ്ടി നമുക്ക് വരുന്ന എക്സ്പെൻഡിച്ചർ ആണ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത്. സോ ദിസ് ക്യാൻ ഓൾസോ ബി ഇൻഡെക്സ്ഡ് ബൈ അപ്ലൈങ് ദ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. അപ്പൊ CII ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇംപ്രൂവ്മെന്റിന്റെ കോസ്റ്റിനെയും നമുക്ക് ഇൻഡെക്സ് ചെയ്ത് അതിന്റെ ആക്ച്വൽ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് അതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഇൻറ്റു കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഓഫ് ദി ഇയർ ഓഫ് ട്രാൻസ്ഫർ ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഓഫ് ദി ഇയർ ഓഫ് ഇംപ്രൂവ്മെന്റ്. ഓക്കെ, ഈ ഒരു കാര്യം ഉപയോഗിച്ച് ഈ ഒരു ഫോർമുല ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും അതുപോലെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റും അത് എങ്ങനെയാണ് കാണുക എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ചെറിയൊരു ക്വസ്റ്റ്യൻ ആയാലും നോക്കാം. സോ രവി ബോട്ട് എ ഫ്ലാറ്റ് ഇൻ ദ ഫിനാൻഷ്യൽ ഇയർ 2001 for rupees 10 lakhs. He sells a flat in the 2019-20. What will be the indexed cost of acquisition? ഫിനാൻഷ്യൽ ഇയർ 2019-20 അത് സെയിൽ ചെയ്തു. 2001-2 ഇയറിലാണ് അത് വാങ്ങിച്ചിട്ടുള്ളത്. 10 lakhsന് വാങ്ങിച്ചു. അത് 19-20 സെയിൽ ചെയ്തത്. അപ്പൊ അതിന്റെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്താണ്, ഇപ്പോഴത്തെ അതിന്റെ വില എന്താണെന്നുള്ളത് നമ്മൾ ഇൻഡെക്സ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ആ ഇൻഡെക്സേഷൻ ടേബിൾ ഉണ്ട്, നമുക്ക് അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ ഈ 2 പീരിയഡിലെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കണം. ഓക്കെ, അപ്പം നമ്മൾ ആ ഒരു ടേബിൾ നോക്കുക. എന്നിട്ട് 2001-2 അതിന്റെ CII എന്ന് പറയുന്നത് 100ഉം അതുപോലെ തന്നെ 19-20 അതിൻ്റെ വരുന്നത് എത്രയാണ്, 289. അപ്പൊ ഇത് നമ്മൾ ആ ടേബിൾ നോക്കിയിട്ട് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബൈ ഹാർട്ട് ചെയ്യാനും പറ്റും. ക്വസ്റ്റ്യനിൽ മേ ബി അത് തരണം എന്നില്ല, അപ്പൊ നമ്മൾ അത് ഓർത്ത് കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, ദെൻ സോ നമ്മളിവിടെ ചെയ്യാണ്, നമ്മുടെ ഫോർമുല നമുക്കറിയാം, അപ്പൊ നമ്മളിവിടെ അത് അപ്ലൈ ചെയ്യാണ്. അപ്പം എന്തായിരുന്നു ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്, അതിന്റെ എത്രയാണോ അതിന്റെ ആക്ച്വൽ കോസ്റ്റ് അല്ലെ, ആ കോസ്റ്റ് നമുക്ക് അവിടെ എടുക്കണം. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എത്രയാണോ അത് നമ്മൾ എടുക്കണം ഇൻറ്റു CII ഓഫ് ദി ഇയർ ഓഫ് ട്രാൻസ്ഫർ ഡിവൈഡ് ബൈ ഇയർ ഓഫ് അക്വിസിഷൻ. CII അറ്റ് ദ ഇയർ ഓഫ് ട്രാൻസ്ഫർ, ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അതിന്റെ എന്തായിരുന്നു CII എന്ന് പറയുന്നത് 289. അപ്പോൾ 10 lakhs into 289 divided by 100. So the indexed cost of acquisition in this case is 28,90,000. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് കോസ്റ്റ് ഓഫ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കണ്ടുപിടിക്കുന്നത്.
ഓക്കെ, അപ്പൊ ഇത് വളരെ ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇൻഡെക്സ് ടു കോസ്റ്റ് ഓഫ് അക്വിസിഷനും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റും അതിൽ ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്.